2 ദിവസം മുമ്പ് ഞാൻ ഒരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട് ഒരു ഡിബേറ്റിൽ ഏർപ്പെട്ടു. പുള്ളിക്കാരി ഒരു മലബാർ സൈഡിൽ നിന്നുള്ളതാണ്, കോഴിക്കോട് മലപ്പുറം അവിടെ കണ്ടുള്ളതാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഡിബേറ്റിൽ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പ് ലവേഴ്സ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരുന്നത് ഇസ്ലാമിക് പരമായി ഹറാമാണ്, ശരിയാണ്, ഹറാമാണ്, സംഭവം ശരിയാണ്. ബട്ട് ഈ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അത് കഴിഞ്ഞത് അവർ നിക്കാഹ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹലാലായിട്ട് മാറും എന്ന് ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അത് ഒരിക്കലും ആവത്തില്ല, അത് വ്യഭിചാരമാണ്, അത് പിന്നീട് നിക്കാഹ് കഴിച്ചെന്നും പറഞ്ഞത് ഹലാലാവത്തില്ല, അത് വ്യഭിചാരമാണ്, അത് സ്റ്റിൽ ഹറാമായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ ഇസ്ലാമിൽ പണ്ട് ആൾക്കാർ 3, 4, 10, 13 ഒക്കെ കെട്ടുന്നത് ഹലാലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത പെൺകുട്ടി പറയുന്നത്, നിക്കാഹ് കഴിഞ്ഞല്ലോ, അപ്പോൾ ഒബ്വിയസ്ലി അത് ഹലാലാണ്, അത് വ്യഭിചാരമല്ല, അത് ഹലാലാണ്. 10, 13, 15, 20 ഒക്കെ കെട്ടാം. പെണ്ണിനെ നോക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ 20, 25, 30 വേണമെങ്കിൽ കിട്ടാം, എത്ര വേണോ കിട്ടാം, കുഴപ്പമില്ല. ദാറ്റ്സ് എ ഹലാൽ തിങ്, ഇറ്റ്സ് നോട്ട് ഹറാം. അങ്ങനെ ഞാൻ ആ കുട്ടിയോട് ഞാൻ തിരിച്ചു ചോദിച്ചു, ശരി, അപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിൻ്റെ ഹസ്ബൻഡ് അടുത്ത കല്യാണം കഴിക്കാൻ പോവുകയാണ്, നീ സമ്മതിക്കുമോ? അതിനെ സമ്മതിക്കത്തില്ല, അതിനെ സമ്മതിക്കത്തില്ല, ഒബ്വിയസ്ലി ഞാനത് സമ്മതിക്കത്തില്ല. എന്തിനു സമ്മതിക്കണം? അതിനെ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തേത് ഹലാലല്ലേ, നിക്കാഹ് കഴിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ അത് ഹലാലല്ലേ, അപ്പം അതിനെ സമ്മതിക്കത്തില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല, എനിക്ക് അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അന്ന് അവർ 2, 3 വിവാഹമൊക്കെ കഴിച്ചത് മറ്റേ യുദ്ധത്തിലൊക്കെ പോയി മരിക്കുന്ന ആൾക്കാരുടെ ഭാര്യമാർ വിധവകളാവുന്ന സമയത്താണ് 2, 3 വിവാഹമൊക്കെ കഴിച്ചത്. അത് പിന്നീട് പോകെ നമ്മളെ മൊയിലിയാക്കന്മാർക്കൊക്കെ കഴപ്പ് മൂക്കുമ്പം ഉള്ള പെണ്ണുമുള്ള പോരാ എന്ന് തോന്നുന്ന സമയമാകുമ്പം കഴപ്പ് മൂത്ത് വീണ്ടും കെട്ടാനായിട്ടുള്ള ന്യായീകരണമാക്കി മാറ്റിയതാണ് ഈ ഇസ്ലാമിലുള്ള 2, 3 കെട്ടലൊക്കെ. അതിപ്പോഴും അറിഞ്ഞുകൂടാതെ നമ്മുടെ നാട്ടിലൊക്കെ പോയ താത്താമാരും കാക്കാമാരും മൊയിലിയാക്കന്മാരും ഒക്കെ അത് ഭയങ്കര സംഭവമായിട്ട് വാദിച്ചു വെച്ചുകൊണ്ട് നടക്കുക. നിക്കാഹ് കഴിഞ്ഞല്ലോ, നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് അത് ഹലാലാണ്, ഇല്ലെങ്കിൽ ഇത് ഹറാമല്ല. വ്യഭിചാരം ഈസ് സ്റ്റിൽ വ്യഭിചാരം, അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ അംഗീകാരം അലങ്കാരം ഒന്നും ആരും കൊടുക്കാൻ നിൽക്കേണ്ട. നമ്മൾ മുസ്ലിം ആണല്ലേ, നമ്മൾ ഹിന്ദു ആണ്, നമ്മൾ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീജിയനിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പോക്കത്തരങ്ങളും ബ്ലൈൻഡായിട്ട് ലോജിക്കില്ലാതെ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ മതത്തിലും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നമ്മുടെ മതത്തിലുള്ള നല്ലത് മാത്രം നമ്മൾ എടുത്ത് തലയിൽ വയ്ക്കുക, മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ എറിയുക. ഒരിക്കലും കല്യാണത്തിന് മുമ്പുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ ന്യായീകരിക്കുകയോ അത് ശരിയാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ഇത് മോശമാണ് എന്ന് വാദിക്കുന്നവർ, ഇസ്ലാമികപരമായി വാദിക്കുന്നവർ മറ്റതും മോശമാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിക്കാഹ് എന്ന് പറയുന്ന സാധനം ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര മഹറിന് പകരമായി നിങ്ങളുടെ മകളെയോ അല്ലെങ്കിൽ എൻ്റെ മകളെയോ സഹോദരിയെയോ ഞാൻ ഈ വ്യക്തിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര മഹറിന് പകരമായി ഞാൻ ഈ വ്യക്തിയെ വിവാഹം ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഉടമ്പടിയാണ്, ഒരു കരാറാണ്, താലികെട്ടലും പിടിക്കലും ഒന്നുമല്ല. ഈ സാധനത്തിന് ഒന്നെങ്കിൽ പെൺകുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ സഹോദരൻ, ഇനി ഇവർ 2 പേരും ഇല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടി സമ്മതിച്ചാൽ മാത്രം മതി. അത് നാട്ടുകാരെ വിളിച്ചിരുത്തി ബിരിയാണി കൊടുത്ത് ഉസ്താദിനെ വിളിച്ച് കയ്യിൽ ഷേക്കാൻ്റെ കൊടുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു പെൺകൊച്ചിനെ എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഈ നിമിഷം തൊട്ട് ഞാൻ എൻ്റെ വൈഫാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉടമ്പടിയാണ്. അതാണ് നിക്കാഹ്, അതൊരു ഉടമ്പടിയാണ്, ഒരു എഗ്രിമെൻ്റാണ് വ്യക്തികൾ തമ്മിലുള്ള. ഇപ്പോഴും നിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ ലേസം കെട്ടിയുള്ള പരിപാടിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതല്ല ഇസ്ലാമിൽ നിക്കാഹ്.